ഇടുക്കി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ അനധികൃത ആനസവാരി കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കർശനമായി തടയുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു. ഇത്തരം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി കർശന നിയമ നടപടി സ്വീകരിക്കാൻ വനം വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിമാലിക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന കേരള ഫാം എന്ന സ്വകാര്യ ആനസവാരി കേന്ദ്രത്തിൽ ആനയുടെ ചവിട്ടേറ്റ് പാപ്പാൻ മരണമടഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് കളക്ടറുടെ അടിയന്തര നിർദ്ദേശം. അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന അടിമാലിയിലെ കേന്ദ്രം അടച്ചുപൂട്ടിയിട്ടുണ്ട്. ആനയെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോട്ടയം ജില്ലയിലേക്ക് മാറ്റുന്നതിന് ഉടമസ്ഥന് നിർദ്ദേശം നൽകി. ആനസവാരി കേന്ദ്രത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരം കേന്ദ്രങ്ങളിൽ അപകടങ്ങളും ജീവഹാനിയും സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ജില്ലയിൽ അനധികൃത കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് തുടർച്ചയായി നിരീക്ഷിക്കുന്നതിനും ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനും നാട്ടാന പരിപാലന ചട്ടം അനുസരിച്ച് വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു ആനയ്ക്ക് ലഭിച്ച ലൈസൻസിന്റെ മറവിൽ കൂടുതൽ ആനകളെ ഉപയോഗിക്കുന്നത് കർശനമായി തടയും. അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഇല്ലാതെയും യാതൊരു അനുമതികളില്ലാതെയും പ്രവർത്തിക്കുന്ന ആനസവാരി കേന്ദ്രങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസ് വനംവകുപ്പ് അധികൃതരെ അറിയിക്കണമെന്ന് പൊതുജനങ്ങളോട് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.